അപ്പം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒരു കുട്ടി മോർണിംഗ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബിലേക്കൊക്കെ തരണം കേട്ടോ. അതേ ഞാൻ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തിട്ട് പല്ലിയൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാപ്പിയാണ് കുഴക്കട്ട. കുഴക്കട്ട കഴിക്കാൻ ഞാൻ ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ തിന്നണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറേയൊക്കെ മാറ്റി, എന്നാലും കുറേയൊക്കെ ഇത് കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു കിടക്കട്ടെ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ചെടികളുടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. ഞാൻ പുരയിടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പുരയിടത്തുനിന്ന് ഇതുപോലെ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒക്കെ ഫോട്ടോ എടുത്തു. ഇപ്പം ഇതാണ് പുരയിടത്തിൽ ഞങ്ങൾ തന്നെ വെട്ടിയിട്ട വഴിയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ചപ്പോൾ പുരയിടത്തിൽ പുതിയ വഴി. ഇനി പഠിക്കാനായിട്ട് പോവാണ് ഗൈസ് രാവിലെ. അപ്പം എനിക്ക് 10 മണിക്കാണ് എക്സാം വരുന്നത്. മാത്സ് എക്സാമാണ് ഗൈസ്. 10 മണിക്കാണ് എക്സാം വരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ എടുക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് പേന കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടെക്നോ ടിപ്പിൻ്റെ പേന ഇഷ്ടമാണ്. പിന്നെ യൂണോമാക്സിൻ്റെ ഈ ഒരു ജെൽ പെൻ ഇഷ്ടമാണ്. പിന്നെ സെല്ലോ ഗ്ലിപ്പർ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഡോംസിൻ്റെ ഇനെക്സ്ഫിയുടെ ആ ഒരു പേന ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് പേനകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ എടുത്ത പേനാണ് ഇഷ്ടം. ഇതൊക്കെ ഇഷ്ടപ്പെട്ട പേനകൾ. ഞാൻ ബ്ലാക്കാണ് ബേക്കാറ്. പിന്നെ എനിക്ക് ഈ ഡോംസിൻ്റെ ബ്ലൂവേ കിട്ടിയുള്ളൂ. പഠിക്കാനായിട്ട് പോവാണ്. ഇതേ ബുക്ക് കഷ്ടം വെച്ചു. കുറേയൊക്കെ പാട്ടിട്ടു ഗൈസ്. പിന്നെ എനിക്ക് പാട്ടായിട്ട് മടുപ്പ് തോന്നി ഗൈസ്. മോർണിംഗത്തെ എൻ്റെ മുഖം നിങ്ങളൊന്ന് നോക്കി ഗൈസ്. അറിയാതെ വീട്ടിൽ മുഖം കൂടെ വന്നു ഗൈസ്. മോർണിംഗത്തെ എൻ്റെ മുഖം ഞാൻ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വാടി കഴിഞ്ഞിരിക്കും. മാത്സ് ആണെങ്കിലും ഞാൻ അടിവരെ ഇട്ടിട്ട് പഠിക്കും ഗൈസ്. എനിക്കിഷ്ടം. കാരണം ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം ടെക്നോ ടിപ്പിൻ്റെ പേനയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ടെക്നോ ടിപ്പിൻ്റെ പേനയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിച്ചു. അപ്പോൾ ഗൈസ് ഞാൻ ഇനി ബുക്കും പേനയൊക്കെ മടക്കിയൊക്കെ എടുത്തു. അപ്പോൾ പേനൊക്കെ എടുത്തു. അപ്പം ഇനി ഞാൻ ലാമ്പ് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ബുക്കൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ചു. പേനയുടെ ഹോൾഡറിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ ബുക്കുകൾ അതേപോലെ അതിൻ്റെ സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തു. ടെസ്റ്റിൻ്റെ സ്ഥലത്ത് നോട്ടിൻ്റെ സ്ഥലത്ത് അങ്ങനെ വെച്ച് കൊടുത്തു. ഫസ്റ്റ് നോട്ട് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ടെക്സ്റ്റും വെച്ച് കൊടുത്തു. വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഇത്തിരി കുലുങ്ങിയത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഞാൻ മിറർ ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. ഈ ഒരു റൂമിൽ തന്നെ മിററും ഉണ്ട് ഗൈസ്. ഞാൻ തന്നെ ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട് മിറർ. ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുമ്പ് കുറേ ഷോക്ക് ഇറക്കായിരുന്നു ഗൈസ് ഫോണിൻ്റെ. അപ്പോൾ ബുദ്ധി അപ്പോൾ ഇനി ഇവിടെയാണ് ഗൈസ് എൻ്റെ മേക്കപ്പിൻ്റെ ഐറ്റംസൊക്കെ വരുന്നത്. അപ്പോൾ രാവിലെ എന്നെ മുടി ചീപ്പൊക്കെ അവിടെ വെച്ച് കൊടുത്തു. കണ്ടതുപോലെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് മേക്കപ്പ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇനി മേക്കപ്പ് ഐറ്റംസ് വെച്ചേക്കുന്നത് തുറന്ന ബുക്കൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ നമ്മളെ തുലിപ്പ് ക്ലിപ്പില്ലേ പുതിയ, അത് മേടിച്ചിട്ട് അത് വെച്ചിട്ടുള്ള കുറേ ഷോകളൊക്കെയാണ് ഗൈസ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് കുറേ ഷോയൊക്കെ ഡിലീറ്റ് ആക്കിയെങ്കിൽ ഇതൊന്നും എനിക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഇത് മാത്രമാണ് ഗൈസ് നല്ല ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് മറ്റെല്ലാ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ മേടിച്ച ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതും ഫ്ലവർ ക്ലിപ്പ് ആയിട്ട് തന്നെ മേടിച്ചതാണ്. ഓക്കെ, പിന്നെ ചിപ്പൊക്കെ എടുത്തിട്ട് തലയൊക്കെ ചെയ്യുകയാണ്. ഇത്രയല്ല, ഇനി ഞാൻ ചീകി അത് ഞാൻ വീട്ടെടുത്തില്ല. ഓക്കെ, ഇതാണ് ഗൈസ്. അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ കുഞ്ഞിപ്പൂവൊക്കെ വരും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പോയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വന്നു ഗൈസ്. ഒരുങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെയായിരുന്നു ഗൈസ്. എൻ്റെ എക്സാം ഔട്ട്ഫിറ്റ്സും ഹെയർ സ്റ്റൈലൊക്കെ. പിന്നെ ഞാൻ നേരെ പോയിട്ട് നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തു. കണ്ടോ അതിൽ ബോർഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ നമുക്കിൽ പേനയും മാത്സ് ആൻഡ് ജോമെട്രി പെട്ടിയും പിന്നെ കളറും കൂടെ ഒക്കെ എടുത്താൽ മതി. എൻ്റെ ബോക്സും. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ബോക്സിൽ ഞാൻ ഇത്രയും പേനകളാണ് ഗൈസ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഞാനൊരു 5 പേന വെച്ച് കൊടുത്തു. ഇനി ഇതിലെൻ്റെ ഫേവറേറ്റ് പേനകൾ ഇത് 3 ടെക്നോ ടിപ്പിൻ്റെ ഈ ഉണ്ടെന്ന പേന, പിന്നെ യൂണോമാക്സിൻ്റെയുമാണ് കുറച്ചുകൂടെ നല്ല ഫേവറേറ്റ്.
അതെടുത്തിട്ട് നേരെ ഈ ഒരു ബോക്സിൽ ഇട്ടെടുത്തു. ആ നോട്ട്സ് എഴുതാനായിട്ടത് ഇപ്പം ഞാൻ വെച്ച വെള്ളയിൽ ഡോട്ടില്ലേ, അതാണ് എനിക്ക് ഇഷ്ടം, ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചെടുത്തു. പിന്നെ ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ എൻ്റെ എല്ലാ സാധനങ്ങളും എന്താണെന്ന് ചെക്ക് ചെയ്യാണ്. പേസ്റ്റുണ്ട്, റബ്ബറുണ്ട്, കട്ടറുണ്ട്, എല്ലാം ഉണ്ട് പീസ്. അതും സെറ്റാണ്. അപ്പോൾ അത് എടുത്തിട്ട് ഇനി നമുക്കിത് എടുത്തിട്ട് ബാഗിട്ടേക്ക് ഇതെല്ലാം ഒറ്റ കൈ വെച്ച് കുറച്ച് പോസൊക്കെ ഇറക്കി ചെയ്യാമെന്നാണ് നോക്കി. അപ്പോൾ ഞാൻ ബോക്സൊക്കെ മുമ്പേ മേടിച്ചു. പിന്നെ മിനി നോട്ട് എപ്പോഴും ഞാൻ കൊണ്ട് കുറച്ച് പോസൊക്കെ ഇറക്കി ഒറ്റ കൈ വെച്ചൊക്കെയാണ് ഇതൊക്കെ ചെയ്തത്. ഒറ്റ കൈ വെച്ച് തുറക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷെ അടയ്ക്കൽ ഇത്തിരി പാടുപെട്ടു ഗൈസ്, കുലുങ്ങണൊക്കെ കണ്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്കൂളിൽ പോയിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്.